Hi. നമ്മുടെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ടൈം ഡയലേഷൻ, ലെങ്ത് കോൺട്രാക്ഷൻ എന്നീ കോൺസിക്വൻസസ് ഉണ്ട്. ലോറൻസ് ട്രാൻസ്ഫോർമേഷന്റെ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പറയാം, സ്പേസ് ടൈം ജിയോമെട്രിയുടെ കോൺസിക്വൻസ് ആയിട്ട് പറയാം. ഇൻ എനി കേസ് വി ആർ ഫെമിലിയർ വിത്ത് ടൈം ഡയലേഷൻ ആൻഡ് ലെങ്ത് കോൺട്രാക്ഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു പ്രോബ്ലം ആണ് ഡീകേ ഓഫ് മ്യൂോൺസ്. മ്യൂോൺസിന്റെ ഡീകേ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. മ്യൂോൺസ് എന്ന് പറയുന്നത് എലിമെന്ററി പാർട്ടിക്കിൾസ് ആണ്. ഇലക്ട്രോൺസിനേക്കാളും മാസീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. Right? അത് സ്റ്റേബിൾ അല്ല. These muons, they decay, right? They have a decay time and they decay. പിന്നെ decay എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ഡീക്കേക്ക് സിമിലർ ആണ്. Right? Okay, so muon is an elementary particle related to the electron. ഇത് രണ്ടും leptons എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന പാർട്ടിക്കിൾസ് ആണ് muons എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് തന്നെയാണ്. പക്ഷെ മാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് 205 ടൈംസ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ. ഈ മ്യൂൺസ് ആണ് ഇലക്ട്രോൺസിനെ പോലെ സ്റ്റേബിൾ അല്ല. ഇലക്ട്രോൺസ് നമുക്ക് സ്റ്റേബിൾ പാർട്ടിക്കിൾസ് ആണ്. ഇലക്ട്രോൺസിനെ പോലെ സ്റ്റേബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ല മ്യൂൺസ്. ഇറ്റ് ഡീക്കേസ് ഇൻടു ആൻ ഇലക്ട്രോൺ ആൻഡ് ടു ന്യൂട്രിനോസ്. റൈറ്റ്, ഇലക്ട്രോണും ന്യൂട്രിനോ ആയിട്ട് ഇത് ഡീക്കേ ചെയ്യും. അതിനേക്കാളും മാസ് കുറഞ്ഞ പാർട്ടിക്കിൾസ് ആയിട്ട് ഇത് ഡീക്കേ ചെയ്യും. അപ്പൊ ഇത് റേഡിയോ ആക്റ്റീവ് ഡീകേ പ്രോസസ്സിന്റെ സെയിം ഇതാണ്. നമുക്കറിയാം ഈ റേഡിയോ ആക്റ്റീവ് ഡീകേ പോലുള്ള പ്രോസസ്സസ് ക്വാണ്ടം മെക്കാനിക്കൽ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നതാണ്. റൈറ്റ്, ഒരു സിംഗിൾ റേഡിയോ ആക്റ്റീവ് ആറ്റം എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴാണ് ഡീകേ ചെയ്യാന്ന് പറയാൻ കഴിയില്ല. നമുക്കാകെ പറയാൻ കഴിയുന്ന ആവറേജ് ലൈഫ് ടൈം അല്ലെങ്കിൽ ആവറേജ് ടൈം ബിഫോർ ഡീകേ എന്നിങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ റേഡിയോ ആക്റ്റീവ് ഡീകേ ആയിട്ട് ബന്ധപ്പെട്ട നിയമം, വി അസ്യൂം ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ദിസ് റൂൾ. ദ നമ്പർ ഓഫ് muons, റൈറ്റ്, ഇത് റേഡിയോ ആക്റ്റീവ് ഡീകേ ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ്. Radioactive decay equation ആണെങ്കിൽ the number of atoms at time t, right, undecayed atoms, decay ചെയ്യാത്ത atoms at time t is equal to the number of atoms in the beginning, നമ്മൾ ഏത് സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്തുള്ള number of atoms multiplied by e raised to minus t by tau. Okay, so ഈ ഫാക്ടർ ആണ് അതിന്റെ ഡീകേ തീരുമാനിക്കുന്നത്. എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. അപ്പൊ ഈ ടോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം കോൺസ്റ്റന്റ്, റൈറ്റ്. ഈ ടൈം കോൺസ്റ്റന്റ് ഇറ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ഡീകേ. Right. So this law for radioactive decay, I think you are familiar with, right? അപ്പൊ അതായത് ഈ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോസസ് ആയതുകൊണ്ട് അതിന്റെ പാസ്റ്റ്, ഇതിനു മുമ്പ് എത്ര സമയം മുൻപാണ് റേഡിയോ ആക്റ്റീവ് ആറ്റംസ് നമ്മൾ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഇറ്റ് ഡസന്റ് മാറ്റർ. റൈറ്റ്, ഏത് സമയത്ത് നമ്മൾ എടുത്താലും, ഏത് സമയത്ത് എടുത്താലും ആ നമ്പർ ഓഫ് ആ സമയത്തുള്ള നമ്പർ ഓഫ് ആറ്റംസും അറ്റ് ലേറ്റർ ടൈമിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് തമ്മിൽ ഈ രീതിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദിസ് ഇസ് ട്രൂ ഫോർ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ്. നമ്മൾ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് എടുക്കുമ്പോൾ ഈ നിയമമാണ് അത് ഫോളോ ചെയ്യുന്നത്. ലാർജ് നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ആറ്റംസ് എടുക്കുമ്പോൾ ഇതേ റൂള് തന്നെയാണ് മ്യൂൺസ് ഡീക്കേയുടെ കേസിലും ഫോളോ ചെയ്യപ്പെടുന്നത്. റൈറ്റ്, if you are looking at a large number of muons, right, n of 0 is the number of muons that you start with, right? N of t is the number of muons at a later time, right? And this factor tells us on average how many atoms decay at a particular time, right? Okay, അപ്പൊ ഈ t ഇൻക്രീസ് ചെയ്യും തോറും, right, t ഇൻക്രീസ് ചെയ്യും തോറും നമ്പർ ഓഫ് ആറ്റംസ് കുറഞ്ഞു വരും. Right, so that's what is happening. അപ്പൊ ഇതിൽ ഈ ടോ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ആവറേജ് ടൈം ബിഫോർ മ്യൂൺ ഡീക്കേസ്. റൈറ്റ്, ഒരു ഗിവൺ മ്യൂൺ ഡീക്കേ ചെയ്യുന്നതിന് നമ്മൾ ആവറേജ് ടൈം ആണ് ടോ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ ലൈഫ് ടൈം ഓഫ് ദ പാർട്ടിക്കിൾ, റൈറ്റ്, ആവറേജ് ലൈഫ് ടൈം അല്ലെങ്കിൽ വെറുതെ ലൈഫ് ടൈം ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയും. റൈറ്റ്, സോ വാട്ട്സ് എ ലൈഫ് ടൈം? ഇറ്റ്സ് ആവറേജ് ടൈം ബിഫോർ ഗിവൺ മ്യൂൺ ഡീക്കേസ്. സോ ഫോർ മ്യൂൺസ് ടോ ഇസ് ഈക്വൽ ടു 2.2 മൈക്രോസെക്കൻഡ്. സോ മ്യൂണിന്റെ കേസിൽ ഇത് 2.2 into 10⁻⁻6 സെക്കൻഡ്സ് ആണെന്ന് നമുക്ക് അറിയാം. റൈറ്റ്, ഇവിടെ മ്യൂ എന്ന് പറയുന്ന മൈക്രോ 10⁻⁻6 എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ്. മ്യൂൺ എന്നുള്ള പാർട്ടിക്കിളിനെ സൂചിപ്പിക്കാനും മ്യൂ എന്നുള്ള ലെറ്റർ ഉപയോഗിക്കുന്നുണ്ട്. സോ വി ഹാവ് ടു ബി കെയർഫുൾ. Alright. Now imagine that the muons are traveling with the speed v. v എന്നുള്ള സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ടോ എന്നുള്ളതാണ് അതിന്റെ ആവറേജ് ലൈഫ് ടൈം എങ്കിൽ, right, we can find the average length or average distance the muon travels before it decays. Right, muon എന്താണ് ഡീകേ ചെയ്യുന്നതിന് മുമ്പ് ട്രാവൽ ചെയ്യുന്ന ആവറേജ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ദിസ് വിത്ത് ദ ടൈം with the velocity v. Right, so if the speed v, if the muons are moving with the speed v, on average they will travel a distance v tau. നമുക്കറിയാം t എന്നുള്ള സമയത്ത് v എന്നുള്ള വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾ v മൾട്ടിപ്ലൈഡ് ബൈ t എന്ന ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുക. റൈറ്റ്, ഈ കേസിൽ മ്യൂൺസിന്റെ സ്പീഡ് v ആണെങ്കിൽ, റൈറ്റ്, ഇത് ആവറേജ് നമുക്കറിയാം ടോ എന്നുള്ള സമയം കൊണ്ട്, ദാറ്റ്സ് ആവറേജ് ടൈം ഇൻ വിച്ച് ഇറ്റ് ഡീക്കേസ്. ടോ എന്നുള്ള സമയം കൊണ്ട് എക്സാക്ട്ലി എല്ലാ മ്യൂണും ഡീക്കേ ചെയ്യുന്നല്ല പറയുന്നത്, ഇറ്റ്സ് ആവറേജ് ടൈം ഫോർ ഡീക്കേ. Alright, so from here we can calculate the average distance
it travels before it decays. All right, if it's moving at a speed v, so that is given by v tau. ഇതാണ് average distance before it decays. All right, average distance before it decays, before the muon decays. That's v tau. ഇപ്പോൾ മ്യൂൺസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് കോസ്മിക് റേസുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചിലാണ്. So they are created at high altitudes by high energy protons streaming towards the earth. So അത് നമ്മൾ ഔട്ടർ സ്പേസിൽ നോക്കുകയാണെങ്കിൽ there's a lot of happening. Right? There are so many things happening there. The high energy protons are coming towards the earth and high altitudes. വളരെ ഉയർന്ന പ്ലേസസിലാണ് ഈ മ്യൂൺസ്, ഈ പാർട്ടിക്കിൾ ഇന്ററാക്ഷൻസ് അല്ലെ പാർട്ടിക്കിൾസിന്റെ കൂട്ടിയിടി കൊളീഷൻസ് കാരണം മ്യൂൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. Okay, the protons എന്ന് പറയുന്നത് these are heavy particles, they are lost in the atmosphere by collisions. പക്ഷെ muons they continue to the sea level with very little loss. Alright, ഇപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യം ഈ പ്രോട്ടോൺസ് മിക്കതും കൊളീഷൻസിലൂടെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതായത് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ വരുന്ന പ്രോട്ടോൺസിൽ നല്ലൊരു ഭാഗവും താഴേക്ക് എത്തുന്നില്ല. പക്ഷെ മ്യൂൺസ് അങ്ങനെയല്ല, മ്യൂൺസ് they reach sea level. Right, they reach sea level with very little loss. അപ്പോൾ ഈ കാര്യം എക്സ്പെരിമെന്റലായിട്ട് ഒബ്സർവേഷൻസിലൂടെ കണ്ടുപിടിച്ചാണ്. ബട്ട് ദ ഏർലി എക്സ്പെരിമെന്റ്സ് റാൻ ഇൻ ടു പാരഡോക്സ്. കാരണം റേഡിയോ ആക്റ്റീവ് ഡീകെ, ഇതിന്റെ ഡീകെ റൂൾ ഇതെല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. റൈറ്റ്, ഇതിന്റെ ആവറേജ് ലൈഫ് ടൈം 2.2 മൈക്രോസെക്കൻഡ്സ് ആണെന്നൊക്കെ അറിയാം. റൈറ്റ്, പക്ഷേ ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ എഫക്ട്സ് കണക്കിലെടുക്കുന്നതിന് മുൻപ് ഈ എക്സ്പെരിമെന്റൽ റിസൾട്ട്സ് കുറച്ച് പാരഡോക്സിക്കൽ ആയിട്ടാണ് കാണപ്പെട്ടത്. റൈറ്റ്, സോ ആ പാരഡോക്സിക്കൽ സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. അതിന്റെ റെസൊല്യൂഷൻ എന്താണെന്നുള്ളത്. Alright, so we'll see what the paradoxical situation is and the resolution of the paradox. Alright. നമുക്കിപ്പോൾ തൽക്കാലം let's assume that the muons are traveling at very high speeds, close to the speed of light. Okay, this is just an approximation for convenience of calculation. Alright, അപ്പോൾ ലൈറ്റിന്റെ സ്പീഡിനോട് അടുത്ത സ്പീഡ്സിലാണ് muons travel ചെയ്യുന്നത്. So let's just approximate the speed as c. Alright, you remember that it's not exactly the speed of light. No massive particles can travel at the speed of light. Okay, light massless particles ന് മാത്രമേ ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ കഴിയുള്ളൂ. Right? But we can make an approximation because v is close to c. Let's just put v equal to c. Alright, so the average distance, നമ്മൾ നേരത്തെ പറഞ്ഞ average distance എന്ന് പറയുന്നത് before it decays is c tau. Alright, അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഈ decay റൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും c മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും c മൾട്ടിപ്ലൈ ചെയ്യാം. Okay, but ct എന്ന് പറയുന്നത് this would be the average distance, sorry, this would be the distance it traveled in a time t. t എന്നുള്ള സമയം കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ct. ഇതിനെ നമുക്ക് l എന്ന് എഴുതാം. Right, കാരണം ഇവിടെ മുകളിലും താഴെയും c കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ there is no change, it's the same thing. But ct is the length and c tau is the average length before it travels before it decays. Right, അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ you can write n of t in terms of L and average L. You can write this as n of 0 e raised to minus L divided by average L. Okay, so that's what we have here. Alright, അപ്പോൾ അത് ഡിക്രീസ് ചെയ്യുന്ന ഫാക്ടർ നമ്പർ ഓഫ് മ്യൂൺസ് സീ ലെവലിലേക്ക് എത്തുമ്പോഴേക്കും എത്രത്തോളം ഡിക്രീസ് ചെയ്യണമെന്ന് നിർണ്ണയിക്കുന്നത് ഈ ഫാക്ടറാണ്. Based on that law that we wrote down. Right, so exponential minus L divided by average L. ഇതായിരിക്കണം. This is the fraction of muons that we expect at the ground level. The fraction of muons എന്ന് പറഞ്ഞാൽ ഇതാണ്. Initially നമ്മൾ n of 0 muons ആണുള്ളത്. The starting, the time at which you start your experiment. Alright, this is n of t. Alright, ഇതിനെ നമ്മൾ fraction of muons at a later time t എന്ന് പറയുന്നത്. Right, fraction of muons at a later time t. Alright, so you see that this is determined by the factor e raised to minus t by tau. The fraction, എത്ര fraction ആണ് ഇവിടെ എത്തുന്നത് എന്നുള്ളത്, what's the fraction of muons left at a time t? It's given by e raised to minus t by tau. Okay, so in the same way we see that so this means that the number of muons actually decreases by this factor. The number of muons actually decreases by this factor. Right, t എന്നുള്ള സമയമാകുമ്പോഴേക്കും the number of muons get decreased by the factor. The number gets suppressed by the factor e raised to minus t by tau. Alright, so we can say that the corresponding lengths എടുക്കുകയാണെങ്കിൽ we can say that it gets suppressed by the factor e raised to minus L by average L. Okay, ഇനി 2.2 microsecond ലൈഫ് ടൈം ഉള്ള പാർട്ടിക്കിൾസ് ആണ് മ്യൂൺസ് നമ്മൾ പറഞ്ഞു. സി എന്നുള്ളത് 3 into 10 raised to 8 meter per second ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ സി ടോ എന്ന് പറയുന്നത് 660 meter ആണ്. Alright, it's 2.2 into 10 raised to minus 6, okay, multiplied by 3 into 10 raised to 8.
So this is 6.6 into 10 raised to 2. Right? In other words, meter. So this is 660 meters. This is 660 meters. All right. So in the average length, you expect that the muons travel on average a distance of just 660 meters. ആകെ 660 meter travel ചെയ്യുള്ളൂ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. All right. So this is on average. All right. Some of them will reach up to the bottom, but the number of atoms that reach the sea level is determined, it's suppressed by this factor. ഈ ഫാക്ടറിനനുസരിച്ചുള്ള സപ്രഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ സമയത്ത് നടത്തിയ എക്സ്പെരിമെന്റ്സിൽ the flux was monitored on a mountain topൽ നമ്മൾ ചെയ്തു, right, and at a site 2000 meter below. Right, so you have a mountain top here, and ഇവിടെയാണ് muons പ്രൊഡ്യൂസ് ചെയ്യുന്നത്, and below 2000 meter താഴെയാണ് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നത്. Right, so the question is, do the number of muons get suppressed by this factor? ഈ ഫാക്ടർ അനുസരിച്ചാണ് സപ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, okay, the flux was expected to decrease by a factor of exponential minus 2000 by 660. Right, exponential minus 2000 by 660. Right, ഈ ഫോർമുലയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Okay, അപ്പോൾ നമുക്ക് കിട്ടുന്ന, you just put this into a calculator, you see that it is 0.048. Right, അപ്പോൾ ഇത്രയും ഫ്രാക്ഷൻ ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്ത മ്യൂൺസിന്റെ ഈ ഫ്രാക്ഷൻ മ്യൂൺസ് മാത്രമേ സീ ലെവലിൽ എത്താൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. Right, so if you started with n of 0 muons, right, what do you expect at the sea level? Right, sea level 2000 meter below നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. This is the maximum that we expect. It is like 0.048 multiplied by n of 0. Initially ഉള്ളതിന്റെ ഈ fraction of muons മാത്രം നമ്മൾ sea level പ്രതീക്ഷിക്കുന്നു. Okay, even this is slightly an overestimate because നമ്മൾ ലൈറ്റിന്റെ എന്താണ് മ്യൂൺസിന്റെ സ്പീഡ് ലൈറ്റിന്റെ സ്പീഡ് ആയിട്ടാണ് എടുത്തത്. Right, അപ്പോൾ ഇതിനേക്കാളും കുറവ് മ്യൂൺസ് മാത്രം നമ്മൾ താഴെ പ്രതീക്ഷിക്കുന്നുള്ളൂ. Okay, so the paradox was that the muons behaved as if on their journey to Earth they lived about 3 times their known lifetime. Right, നമുക്ക് 2.2 microsecond ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഫ്രാക്ഷൻ ആണ്. Right, പക്ഷേ ഇതിനേക്കാളും വളരെയധികം കൂടുതൽ നമുക്ക് കാണാൻ കഴിയും. Right, the observed loss ratio was much smaller. Right, so more fraction of muons reached the sea level. The loss ratio, okay, decay ചെയ്ത് നഷ്ടപ്പെട്ടു പോകുന്ന മ്യൂൺസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ വളരെ കുറവാണെന്നാണ് കണ്ടത്. Right, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ലോസ് ആവുന്നില്ല. This means that the muons seem to live longer. The muons seem to live longer. കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത്. കാരണം കുറച്ച് കാലമാണ് അതിന്റെ tau is equal to 2.2 microseconds ആണെങ്കിൽ ഇത്രയും ഈ ഫാക്ടർ, റൈറ്റ്, ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത മ്യൂൺസിന്റെ ഈ ഫ്രാക്ഷൻ മാത്രമേ താഴെ എത്തുള്ളൂ. Right, so there is a loss factor, കുറെ എണ്ണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. Right, പക്ഷേ ഇതിനേക്കാളും കൂടുതൽ ഫ്രാക്ഷൻ മ്യൂൺസ് ഗ്രൗണ്ട് ലെവൽ സീ ലെവലിൽ എത്തുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. Right, so it seemed that they lived longer. ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണമെങ്കിൽ മ്യൂൺസ് കൂടുതൽ കാലം ജീവിച്ചിരിക്കണം. ഇത്രയും കാലം ട്രാവൽ ചെയ്യാനുള്ള അത്രയും ലൈഫ് ടൈം അതിനില്ല ഓൺ ആവറേജ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. Right, so it seemed that they lived about 3 times their known lifetime. 3 times their known lifetime. അതായത് നമ്മൾ ഗ്രൗണ്ട് ഇവിടെ പറഞ്ഞത് 2000 meter below. Okay, let's say this is the ground. ഗ്രൗണ്ടിൽ നമ്മൾ 2000 meter below നമ്മൾ മെഷർ ചെയ്ത ഫ്രാക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഫോർമുല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിന്റെ ലൈഫ് ടൈം എത്രയാണെന്ന് കണക്കാക്കാൻ കഴിയും. Right, so you find n of t or n at the ground level. Alright, we know n of 0. Right, അപ്പോൾ ഇതിനെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, right, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ we can find the corresponding tau. So the corresponding tau seem to be at least 3 times their known lifetime. Okay, 3 മടങ്ങോളം കൂടുതലാണെന്നാണ് കാണാൻ കഴിഞ്ഞത്. So what's the resolution of the paradox? Alright, the resolution of the paradox is that time is dilated. Alright, നമ്മൾ മ്യൂണിന്റെ റെസ്റ്റ് ഫ്രെയിമിൽ നോക്കുമ്പോഴുള്ള മ്യൂണിന്റെ റെസ്റ്റ് ഫ്രെയിമിലുള്ള അതിന്റെ ലൈഫ് ടൈം ആണ് 2.2 microseconds എന്ന് പറയുന്നത്. This is like delta t0. മ്യൂണിന്റെ റെസ്റ്റ് ഫ്രെയിമിലുള്ള ലൈഫ് ടൈം ആണ്. So when they are traveling at very high speeds, വളരെ കൂടിയ സ്പീഡ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രെയിമിൽ നോക്കുമ്പോൾ in our frame, right, in the laboratory frame, the muons are traveling very fast, so their clocks seem to be ticking slower. Right, they seem to experience more time. നമ്മൾ രണ്ട് ഇവന്റ്സ് എടുക്കുകയാണ്. ഇനീഷ്യലി മൗണ്ടൻ ടോപ്പിൽ അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു, ദാറ്റ്സ് വൺ ഇവന്റ്. Okay, and they are observed on the ground.
These are two events. All right. ഈ രണ്ട് ഇവന്റ്സിന്റെ ഇടയിലുള്ള ടൈം, ആവറേജ് ടൈം എന്ന് പറയുന്നത്, ഈ രണ്ട് ഇവന്റ്സിന്റെ ഇടയിൽ കടന്നു പോകുന്ന സമയം, എലാപ്സ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഈ രണ്ട് ഫ്രെയിമിലും ഡിഫറെന്റ് ആണ്. ഇതാണ് റിലേറ്റിവിസ്റ്റിക് ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. Okay, actually രണ്ട് ഇവന്റ്സിന്റെ ഇടയിൽ എത്ര സമയം കടന്നു പോയെന്നുള്ളത്, if you attach a clock on the muon, it will say that it's 2.2 microseconds, but if you are looking from outside, ഈ 2.2 മൈക്രോസെക്കൻഡിനേക്കാളും കൂടുതലായിരിക്കും. Right? This is the basic idea. This is the basic explanation. Okay, all right. So you can understand it like this. The muons carry their own clock that determines their decay rate. Right? You can assume that the muons carry their own clock. അപ്പോൾ muonന്റെ ക്ലോക്കിൽ 2.2 മൈക്രോസെക്കൻഡ് ആകുമ്പോഴാണ് decay ചെയ്യുന്നത്. Right? Their clock in the muon rest frame measures proper time. So the decay rate measured by ground observer is longer. This is just this effect. Delta t is equal to gamma delta t0. This is time dilation. Okay. ഡെൽറ്റ ടി സോർ എന്ന് പറയുന്നത് മിയോണിന്റെ റെസ്റ്റ് ഫ്രെയിമിലുള്ള ക്ലോക്കിലുള്ള അതിന്റെ ലൈഫ് ടൈം ആണ്. അല്ലെങ്കിൽ മിയോണിന്റെ റെസ്റ്റ് ഫ്രെയിമിലുള്ള ക്ലോക്കിൽ കടന്നു പോകുന്ന സമയമാണ്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഗ്രൗണ്ട് നമ്മൾ എന്താണ് ലാബറട്ടറി ഫ്രെയിമിൽ കടന്നു പോകുന്ന സമയമാണ്. ഏത് രണ്ട് ഇവന്റിന്റെ ഇടയിലാണ് ഡീകേ ചെയ്യുന്നതിനും പ്രൊഡ്യൂസ് നമ്മൾ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഡീകേ ചെയ്യുന്നതിനും ഇടയിൽ കടന്നു പോകുന്ന സമയമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. സോ യു സീ ദാറ്റ് വെൻ യു ലുക്ക് നമ്മളൊരു മ്യോണിനെ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ ടി സീറോ ഈസ് 2.2 into 10 raised to -6 സെക്കൻഡ്. ഓക്കെ, ഒരു സിംഗിൾ മ്യോൺ എടുക്കാണ്ട് ഡീകേ ചെയ്യാൻ എടുക്കുന്ന സമയമായിട്ട് നമുക്ക് എടുക്കാം. ദിസ് ഇസ് ദ ആവറേജ് തിങ്, ബട്ട് ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് എ ടൈം ഫോർ ദ ഡീകേ. അതായത് മ്യോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനും ഡീകേ ചെയ്യുന്നതിനും ഇടയിൽ 2.2 into 10 raised to -6 സെക്കൻഡ്സ് ആണ് കടന്നു പോയതെന്ന് കരുതുക. ഇൻ വിച്ച് ഫ്രെയിം? ഇൻ ദ ഫ്രെയിം ഓഫ് ദ മ്യോണിന്റെ ക്ലോക്കിലാണ് ഈ സമയം കടന്നു പോയത്. ഇതേ സമയം നമ്മൾ ഇതേ രണ്ട് ഇവന്റ്സ്, muon is created and muon decays, ഈ രണ്ട് ഇവന്റ്സ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ കടന്നു പോകുന്ന സമയം ഡെൽറ്റ ടി സീറോ അല്ല, ബട്ട് ഇറ്റ് ഇസ് ഗാമ ഇൻറ്റു ഡെൽറ്റ സീറോ, or gamma multiplied by 2.2 into 10 raised to -6 seconds. This is greater than 2.2 into 10 raised to -6 second. അപ്പോൾ ഗാമ ഫാക്ടർ എത്ര വലുതാവുന്നോ അതിനനുസരിച്ച് ഈ ഫാക്ടറും ഇത് തമ്മിലുള്ള ഡിഫറൻസും കൂടി വരും. Okay, so if the muons are traveling at very high speed, the gamma factor also will be huge. Alright, the gamma factor also will be huge. ഈ gamma factor നമുക്ക് energy measurements എന്നൊക്കെ calculate ചെയ്യാം. We'll see the formula to find the gamma factor from energy measurements, etc. That we'll see later. But we can actually find this gamma factor from energy measurements. People actually did this. Alright, so and what did they find? So the decay rate measured by ground observers longer by a factor gamma. Okay, അപ്പോൾ ഇത് എക്സ്പെരിമെന്റലി ടെസ്റ്റഡ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ടൈം ഡൈലേഷൻ എന്ന് പറഞ്ഞ കാര്യം എക്സ്പെരിമെന്റലി ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വി നോ ദാറ്റ് ദിസ് ഇസ് ട്രൂ. ഇനി ഇത് പലതവണ വെരിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം കോസ്മിക് റേസിൽ മാത്രമല്ല പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സിലും ഈ മ്യോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൽ നമുക്ക് കൂടുതൽ എനർജി ഉള്ള മ്യോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് യു സീ ദാറ്റ് ദ കറസ്പോണ്ടിങ് increase in their lifetime, the corresponding increase in their lifetime is exactly as predicted by the Lorentz transformations, or exactly as predicted by special theory of relativity. Okay, അപ്പോൾ അതുകൊണ്ട് ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം എല്ലാ ദിവസവും തന്നെ നമ്മൾ ശരിയാണെന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിയറിയാണ്. ഇറ്റ്സ് എ വെരി വെൽ ടെസ്റ്റഡ് തിയറി. പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം വരാം, മ്യോണിന്റെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇത്ര ദൂരം ട്രാവൽ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ലാബറട്ടറി ഫ്രെയിമിൽ എങ്ങനെയാണ് മ്യോൺസ് ഇത്ര ദൂരം ട്രാവൽ ചെയ്തെത്തുന്നതെന്ന് പറഞ്ഞു. ദ റീസൺ ഇസ് ദാറ്റ് ടൈം ഇസ് ഡൈലേറ്റഡ്. ബട്ട് വാട്ട് അബൌട്ട് ഇൻ ദ മ്യോൺസ് റെസ്റ്റ് ഫ്രെയിം? നമ്മൾ മ്യോണിന്റെ റെസ്റ്റ് ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ മ്യോണിന്റെ റെസ്റ്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ യു അസ്യൂം ദാറ്റ് യു അറ്റാച്ച് എ കോർഡിനേറ്റ് സിസ്റ്റം ഓൺ ദ മ്യോൺ, ഓർ യു ട്രാവൽ വിത്ത് ദ മ്യോൺ. അതായത് നമ്മൾ മ്യോൺ റെസ്റ്റിലുള്ള ഒരു ഫ്രെയിമിൽ നിന്ന് മ്യോണിനെ നോക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള അതിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 2.2 into 10 raised to -6 seconds തന്നെയാണ്. അപ്പൊ അങ്ങനെ ആ ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇതിനെ എങ്ങനെ വിശദീകരിക്കുന്നതാണ് അടുത്ത ചോദ്യം. ഹൗ ഡു എക്സ്പ്ലെയിൻ ദിസ് ഇൻ ദ ഫ്രെയിം ഓഫ് ദ മ്യോൺ? അപ്പൊ അതിന്റെ ആൻസർ ഇതാണ്. മ്യോണിന്റെ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ assume that, so let's assume that muon starts from here. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മ്യോണിന്റെ ഫ്രെയിമിൽ നോക്കുമ്പോൾ there is some atmosphere in between. So how do I, there is some atmosphere in between and then it is observed at this point. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ എത്ര ദൂരം, അറ്റ്മോസ്ഫിയറിൽ എത്ര ദൂരം കടന്നു പോയെന്നുള്ളത് മ്യോണിന്റെ ഫ്രെയിമിൽ നോക്കുമ്പോൾ ദിസ് ഇസ് എ മൂവിംഗ് ലെങ്ത്. This is the frame. If you are in the rest frame of the muon, with respect to you, this atmosphere, this section of atmosphere is moving with respect to you.
It's a moving length. Alright. അപ്പോൾ നമ്മൾ 2000 മീറ്റർ ആണ് ഈ മൗണ്ടൻ ടോപ്പും ലാബറട്ടറി ഗ്രൗണ്ട് ലെവലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. മ്യൂണിന്റെ ഫ്രെയിമിൽ ദിസ് ഇസ് എ മൂവിംഗ് ലെങ്ത്. This is a moving length. So in the frame of the muon, the length is actually 2000 into square root of 1 minus v square by c square. Okay. അല്ലെങ്കിൽ 2000 divided by gamma. മ്യൂണിന്റെ ഫ്രെയിമിൽ നിന്നാണെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. The length contraction, due to length contraction, the distance between the mountain top and the ground level is not 2000 meters, it's less than that. Right? അപ്പോൾ മ്യൂണിന്റെ ഫ്രെയിമിൽ ഇത് ലെസ് ആയതുകൊണ്ട് it can actually reach there in 2.2 microseconds. Right? So ഈ രണ്ട് ഫ്രെയിമിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴും ഈ ഒരു കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻ ഡിഫറെന്റ് ആണ്. Right? This is typical of special theory of relativity. പക്ഷെ നമ്മളിവിടെ മെഷർ ചെയ്യുന്ന ഫാക്ട് എന്താണ്? നമ്മൾ മെഷർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എത്രത്തോളം മ്യൂൺസ് താഴെ എത്തുന്നു എന്നുള്ളതാണ്. അത് മ്യൂണിന്റെ ഫ്രെയിമിൽ നിന്ന് നോക്കിയാലും ലാബറട്ടറി ഫ്രെയിമിൽ നിന്ന് നോക്കിയാലും ഈ രണ്ട് കാര്യത്തിലും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പ്രൊഡിക്ഷൻ എക്സാക്ട്ലി സെയിം ആണ്. Okay. Alright. So the fraction of muons that penetrated through this is the same as if the problem were viewed from a ground-based coordinate system. ഈ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് അനലൈസ് ചെയ്താലും the result is exactly the same. Alright. So that's the problem of muon decay. We have discussed the problem. We have discussed the solution to the paradox. Okay. Thank you.